നമസ്കാരം. ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു യുവാവ് കോലാലംപൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിന്റെ എമർജൻസി എക്സിറ്റ് ചവിട്ടി തുറന്ന് പുറത്തേക്ക് പോകുവാൻ ശ്രമിച്ചു എന്ന്. അത് ലാൻഡിങ്ങിന് അരമണിക്കൂർ മുമ്പാണ്. അത് 2500 അടി മുകളിൽ. അങ്ങനെ അദ്ദേഹത്തിന് അവിടെയുള്ള അവസാനത്തെ ഡോറും ചവിട്ടി തുറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അന്തരീക്ഷമർദ്ദം ഈ വിമാനത്തിനകത്തേക്ക് കിടക്കുകയും അതുവഴി വലിയ സ്ഫോടനമുണ്ടായി ആ വിമാനത്തിനകത്തെ എല്ലാവരും തന്നെ ഇല്ലാതാവുകയും ചെയ്യുമായിരുന്നു. ഒരു വലിയൊരു വിമാന ദുരന്തം ഉണ്ടാകുമായിരുന്നു. ജഷീർ എന്നാണ് ആ യുവാവിന്റെ പേര്. അതിനെക്കുറിച്ച് കുറച്ച് ഗൗരവമായി ആലോചിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലായത്. നോക്കൂ, എഫ്.സി.ആർ.എ ബിൽ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കുവാൻ പോവുകയാണ്. അത് നടപ്പിലാക്കുവാൻ പോവുകയാണ്. പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു ബില്ലായി മാറിയാൽ, അത് നിയമമായി മാറിയാൽ അത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പല ആളുകൾക്കും ഇന്ന് വളഞ്ഞ വഴിയിൽ സ്വത്ത് സമ്പാദിക്കുകയും ഈ രാജ്യത്തെ ഭരണകൂടത്തെ തന്നെ സ്വാധീനിക്കുകയും ഇല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ചില കാര്യങ്ങൾ സാധിക്കാതിരിക്കുമായിരുന്നു. വലിയ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷം സൃഷ്ടിക്കുവാൻ പണമിറക്കാൻ കഴിയുമായിരുന്നു. അതിനൊക്കെ കൃത്യമായിട്ടൊരു നിയമമാണ്. ഗവൺമെന്റിന്റെ കണ്ണിലൂടെ മാത്രം, ഗവൺമെന്റിന്റെ അറിവിൽ പെട്ടിടത്തോളം മാത്രം വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുക, അതിവിടെ ചിലവഴിക്കുക, കൃത്യമായ നിയമങ്ങൾ അതിനുണ്ടാക്കുന്നു. UPA സർക്കാരാണ് ഇത് തുടങ്ങി വെച്ചത് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് UPA നയിക്കുന്ന ഇല്ലെങ്കിൽ INDA മുന്നണിയുടെ രാഹുൽ ഗാന്ധി അടക്കം അതിനെ എതിർക്കുന്നു. അവർ തുടങ്ങി വെച്ച സംഭവത്തെ. പക്ഷെ രാജ്യത്തിന് എത്ര കൂടം ആണവ നിലയത്തിന്റെ കാര്യത്തിലടക്കം ഈ രാജ്യത്തിന് എതിരായി ഇത്തരം NGO-കൾ ഈ രാജ്യത്തിനെതിരായി നിലപാട് സ്വീകരിച്ചിരുന്നു. നമുക്ക് മാവോയിസ്റ്റുകൾക്ക് വെള്ളവും വളവും നൽകിയത് ഇത്തരം വിദേശ നാണ്യങ്ങൾ ഇങ്ങനെ അളവില്ലാതെ വന്നത് മൂലമാണ് അവർക്ക് കൊടുത്തിരുന്നത്. ഈ മാവോയിസ്റ്റുകൾ ഭീഷണി ഒരുവിധം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതിനൊക്കെ ഈ രാജ്യത്തെ ഇത്തരം വലിയ സംഘർഷങ്ങളും ഇത്തരം സംഭവങ്ങളും ഉണ്ടാകുന്നത് ഒരു പരിധിവരെ ഘടകമാകുന്നത്, ഇന്ധനമായി ഭവിക്കുന്നത് ഇത്തരം NGO-കൾ വഴി വരുന്ന വലിയ കണക്കില്ലാത്ത പണമാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക, ഈ ചെറുപ്പക്കാരൻ ഈ വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് ഡോർ ചവിട്ടി തുറന്ന് പുറത്തേക്ക് ചാടുവാൻ ശ്രമിച്ചത് എന്തിനാണ് എന്ന് കുറച്ചുകൂടി ഗൗരവമായി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇദ്ദേഹം ഇത് ചെയ്തത് ബുധനാഴ്ചയാണ്. ഒരു ദിവസം കഴിഞ്ഞ്, വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച FCRA ബിൽ അവതരിപ്പിക്കാനിരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം, ഒരു യാഥാർത്ഥ്യം അതാണ്. അതിനും അപ്പുറത്ത് നിങ്ങൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ജഷീർ ഇങ്ങനെ ശ്രമിച്ചത്? ഇത് ഈ പുസ്തകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പുസ്തകം മലബാർ മാനിലാണ്, വില്യം ലോഗൻ എഴുതിയ മലബാർ മാനിലാണ്. ഇതിൽ കൃത്യമായിട്ട് മലബാറിലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വിവരം, നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും പ്രയോഗിക്കുന്ന ഒരു വാക്ക് ഇതിൽ ആവർത്തിച്ചു വരുന്നുണ്ട്. എങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് പറയുന്നത്, അത് ഹാലിളകുക എന്നുള്ളതാണ്. ഹാലിളക്കം, അവന് ഹാലിളകി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ ഹാലിളക്കം? കൃത്യമായിട്ട് മലബാർ മാനുവലിൽ വില്യം ലോഗൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഹാലിളക്കം എന്നത്. നോക്കൂ, ചില ആളുകൾ, അതായത് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ, ഇന്ന് വിദ്യാഭ്യാസം കൂടിയ ആളുകൾക്കാണ് ഈ ഹാലിളകുന്നത് എന്നുള്ളതാണ്. അന്നത്തെ ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് അറിയാത്ത ആളുകൾ, മതം മാത്രം തിന്ന് ജീവിക്കുന്ന, മതത്തെക്കുറിച്ച് മാത്രം അറിയുന്ന ആളുകൾ, അവർക്കിടയിലേക്ക് പെട്ടെന്നൊരു ഭൂതാവേശം പോലെ എന്തൊക്കെയോ ആവേശിക്കുന്നു. അതിനുശേഷം അവർ വല്ലാത്തൊരു അവസ്ഥയിലാകുന്നു. എല്ലാത്തിനോടും എന്തൊക്കെയോ ചൊല്ലി നടക്കുന്നു. അവർ പണ്ട് പഠിച്ച കിതാബില് അസ്പഷ്ടമായി അതെല്ലാം ചൊല്ലി നടക്കുന്നു. അതിനുശേഷം അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കോ വലിയ സമ്പന്ന ഭവനങ്ങളിലേക്കോ ഇടിച്ചു കയറി സ്വയം അവരെ ആക്രമിച്ച് പറ്റാവുന്നിടത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചു സ്വയം അവസാനിക്കുകയും ചെയ്യുന്നു. അവരുടെ തിരിച്ചാക്രമണത്തിൽ, പ്രത്യാക്രമണത്തിൽ ഇല്ലാതാവുകയാണ്. അതൊന്ന് മരണം, ചാവേറിനെ പോലെ, ജിഹാദ് എന്നൊക്കെ പറയുന്ന പോലെ ചാവേറിനെ പോലെ അവർ അങ്ങ് ഈ സ്വപ്ന ലോകത്ത് നിന്ന് ഇവർ ആളുകൾക്കിടയിലേക്ക് ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് കയറി അതിനെ അശുദ്ധമാക്കുന്നു. വലിയ ഭവനങ്ങളിലേക്ക് കയറി അവരെ കൊള്ളയടിക്കുന്നു, കൊല്ലുന്നു. അതിനുശേഷം അവരുടെ പ്രത്യാക്രമണത്തിൽ അവർ ഇല്ലാതാകുന്ന ഒരു സംഭവം. ഇത്തരം സംഭവങ്ങൾ അനവധി ഉണ്ടായി. അതിന് ഹാലിളകുക എന്നാണ് പറയുന്നത്. അത്തരം ഹാലിളക്കം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ജഷീറിന്റെ വിമാനത്തിന്റെ ഈ എമർജൻസി എക്സിറ്റ് ഡോർ ചവിട്ടി തുറന്ന് ഇറങ്ങാനുള്ള ആ ഒരു ശ്രമത്തെ നമുക്ക് വീക്ഷിക്കുമ്പോൾ മനസ്സിലാവുക. ഈ ഹാലിളക്കത്തെ കൃത്യമായി മുതലാക്കുന്ന ചില ആളുകൾ, അദ്ദേഹം ഒരു ചാവേറായി മാറാനാണ് ശ്രമിച്ചത്. പക്ഷെ ആ ചാവേറിനെ അങ്ങനെ പ്രേരിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ്. പണ്ട് ഈ മമ്പുറം തങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയായിരുന്നു ഇത്തരം ആളുകൾക്ക് ചാവേറാകാനുള്ള പ്രചോദനമായി ഭവിച്ചിരുന്നു എന്നാണ് നമ്മുടെ വില്യം ലോഗൻ മലബാർ മാനുവലിൽ പറയുന്നത്. അതുപോലെ ഈ ജഷീറിന് പിന്നിൽ ഇന്നത്തെ ആധുനിക കാലത്തെ മമ്പറം തങ്ങൾ ആരാണ് ഇന്നത്തെ ഈ ആധുനിക കാലത്തെ മമ്പറം തങ്ങൾ എന്നുള്ളതാണ്. അതാരാണ്? ജോർജ് സോറോസ് ആണോ? മറ്റുള്ള ആരെങ്കിലും ആണോ? എന്തായാലും ഇന്ത്യൻ ഭരണകൂടത്തിൽ നമുക്ക് വലിയൊരു ബില്ല് വരുന്നതിനിടയിൽ ഇതുപോലെ വലിയൊരു വിമാന ദുരന്തം വന്നാൽ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് പോകും. പിന്നീട് ആ ബില്ലിന്റെ ചർച്ച കാലങ്ങളോളം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ചിലർ തീരുമാനിക്കുന്നു, ഡിക്റ്റേറ്റ് ചെയ്യുന്നു, അവിടേക്ക് നമ്മൾ നയിക്കാൻ ശ്രമിക്കുന്നു. അത് പരാജയപ്പെടുമ്പോൾ
രാജ്യത്ത് വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. നമ്മൾ കരുതിയിരിക്കണം. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനും ഈ സമയത്ത് കരുതിയിരിക്കണം. ഇന്ത്യ എന്തേ നന്നാവാത്തു, അത് നന്നാക്കാനൊട്ട് ശ്രമിച്ചില്ല ഞാൻ എന്ന് പണ്ട് കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെ ഈ രാജ്യത്തെ നന്നാക്കുവാൻ, ഈ രാജ്യത്തെ അതിന്റെ ഉറച്ചതായി നിലനിൽക്കുവാൻ, അതിനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാൻ, പരമ വൈഭവത്തിലേക്ക് എത്തിക്കുവാൻ ഓരോ മനുഷ്യനും സ്വയം പോരാളിയായി മാറേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം ജഷീർമാർ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.